ഇന്ന് വളരെ എളുപ്പത്തിൽ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ അരി കുതിർക്കാനിടുന്നത് തലേ ദിവസം രാത്രിയാണ് കേട്ടോ. അപ്പോൾ രാത്രിയിൽ ഇട്ടിട്ട് രാവിലെ അരി അരച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയതും 1/4 കപ്പ് അവിലും ഇട്ട് കൊടുക്കാം. അവിൽ വെളുത്ത അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഏതായാലും മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര വേണ്ട എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അരി കുതിരാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം. രാവിലെയാണ്, അരി നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആ മിക്സിയുടെ ജാറ് ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ആവരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ എടുക്കാൻ. ഇനി ഇത് ഒരു അരമണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അപ്പച്ചട്ടി വെച്ച് കൊടുത്ത് മാവ് ഒഴിച്ച് ചുറ്റിച്ചു കൊടുക്കാം. കണ്ടോ, ഇപ്പം തന്നെ നന്നായിട്ട് പൊള്ളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് കൊടുക്കാം. അപ്പം വെന്തിട്ടുണ്ടാവും. അപ്പോൾ മാവ് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ആ പൊള്ളയൊക്കെ ഒന്ന് വന്നതിന് ശേഷം വേണം അടച്ചു വെക്കാൻ കേട്ടോ. അടച്ചു വെച്ചാൽ പിന്നെ അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. നമുക്കെടുക്കാം. മാവ് ഒഴിക്കുന്ന സമയത്ത് തീ ഫുൾ ഫ്ലെയിമിൽ വെക്കുക. അത് ഒഴിച്ച് ചുറ്റിച്ച് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.